നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണെങ്കിലും BJPക്ക് അറിയാം, ശിവസേന ഒറ്റക്കെട്ടായി നിന്നാൽ അവരുടെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ BJPക്ക് പിടിച്ചു നിൽക്കാനാകില്ല. ഇതുപോലൊരു കുത്തിത്തിരിപ്പിലൂടെ അധികാരത്തിലേറാൻ കഴിയില്ല. ഉദ്ധവ് താക്കറെ എന്താണോ വിചാരിച്ചത് അത് സംഭവ്യമാവുകയാണ്. ഷിൻഡെ ഒപ്പം കൂട്ടാൻ, ഷിൻഡെ വിശ്വാസത്തിലെടുക്കാൻ ഉദ്ധവ് ഏറെ നാളായി പണിപ്പെടുന്നു. ഏകനാഥ് ഷിൻഡെ എന്ന പമ്പരവിഡ്ഢിയായ നേതാവ് താൽക്കാലിക മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി BJPയുടെ കക്ഷത്ത് ചെന്ന് അഭയം പ്രാപിക്കാൻ ശ്രമിച്ചപ്പോൾ നാണം കെട്ടത് ശിവസേനയുടെ ആത്മാഭിമാനം ഊറ്റം കൊള്ളുന്ന നിരവധിയായ ലക്ഷക്കണക്കിന് മറാത്തക്കാരാണ്. മറാത്തക്കാർ തിരിച്ചറിയുന്നു BJPയുടെ കള്ളക്കളി എന്തിൻ്റെ പേരിലായിരുന്നു എന്നത്. BJP നേതാവായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും വീണ്ടും ഷിൻഡെയെ അപമാനിക്കുകയാണ്, ആട്ടിയിറക്കുകയാണ്. ഷിൻഡെയ്ക്ക് വീണ്ടും അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ താൻ തയ്യാറാണ് എന്ന് ഉദ്ധവ് പറയുകയാണ്. പാർട്ടി അധികാരത്തിൽ ഇനിയും വരും. BJPയെ തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കാൻ അധികം താമസം വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കണക്കിന് പ്രഹരം കിട്ടിയതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് നടത്തിയ വലിയ കള്ളക്കളിയിൽ താൽക്കാലികമായി ഒന്നിരുന്നുപോയി. അതിനപ്പുറത്തേക്ക് ഉദ്ധവിനും അതുപോലെ അഘാതി സഖ്യത്തിനും കാര്യമായി നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ലോക്സഭയിൽ 48-ൽ 30 സീറ്റും അഘാതി സഖ്യം തൂത്തുവാരി. നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കണക്കൂട്ടലുകൾ തെറ്റിയത്. അല്ല, തെറ്റിച്ചത് ജനങ്ങളല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതെങ്ങനെയാണ് എന്ന് ഷിൻഡെയ്ക്കും കൂട്ടർക്കും നല്ലപോലെ അറിയാം. അതിൻ്റെ കുറച്ചൊക്കെ ഗുണം ഷിൻഡെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഷിൻഡെയുടെ പാർട്ടിക്ക് 57ഓളം MLA കൊടുത്തത് ആ വകയിലാണ് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കൊട്ടിഘോഷങ്ങളും കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക്, അതായത് ബൃഹൻ മുംബൈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ നിരവധിയാകുന്ന കോർപ്പറേഷൻ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വൻ ചതി ഷിൻഡെയ്ക്ക് മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുകയാണ് അമിത്ഷായും കൂട്ടരും. തല്ലി തകർക്കാൻ കഴിയാത്തവണ്ണം വലിയ ചതിക്കുഴികൾ ഒരുക്കി വയ്ക്കുന്ന അമിത്ഷായ്ക്കും കൂട്ടർക്കും കിട്ടേണ്ട പ്രഹരം ഏകനാഥ് ഷിൻഡെ വിചാരിച്ചാൽ നടക്കും. ഏകനാഥ് ഷിൻഡെയെ വിശ്വാസത്തിലെടുത്തൊപ്പം കൂട്ടാൻ തങ്ങൾ പഠിച്ച പണി 18 നോക്കിയതാണ്, പക്ഷേ അടുത്തില്ല. എന്നാൽ സ്വയം അപഹാസ്യരായി കഴിഞ്ഞപ്പോഴാണ് ഷിൻഡെയുടെ മകന് വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടായത്. സത്യങ്ങൾ ഏറ്റുപറയുന്ന പോലെ, ഒരു കുംഭസാരം പോലെ യാഥാർത്ഥ്യങ്ങൾ പലതും തുറന്നടിച്ചത് തന്നെയും തൻ്റെ പാർട്ടി പ്രവർത്തകരെയും കല്യാൺ മേഖലയിലും മഹാരാഷ്ട്രയിലെ നാനാ മേഖലകളിലും വലിയ തോതിൽ വളഞ്ഞിട്ട് ഹൈജാക്ക് ചെയ്യുന്നു, BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. ഇതനുവദിക്കില്ല എന്ന് ഉറക്കെ പറയുന്നു. വലിയ തെരഞ്ഞെടുപ്പ് തോൽവികൾ BJPയെ കാത്തിരിക്കും എന്നും ഷിൻഡെയുടെ മകൻ പ്രസ്താവിക്കുന്നു.